Hi students, welcome to Bosco Campus Vision. I am Clinton Clement, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. In this lecture, we will be discussing about decision tree analysis, one of the techniques of risk analysis. For the last few lectures, we have been discussing about techniques of risk analysis. In the previous lectures, we have learned about sensitivity analysis and break-even analysis. Today, in this section, we will be discussing in detail about decision tree analysis. Decision tree is a graphical presentation of the relationship between a present decision and future events, future decisions and their consequences in the form of branches of a tree. Decision tree analysis എന്ന് പറയുന്നത് ഒരു ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻ ആണ്. അതായത് പ്രസന്റിൽ നമ്മൾ എടുക്കുന്ന ഒരു ഡിസിഷൻ അതുമായിട്ട് റിലേറ്റ് ചെയ്തേക്കുന്ന ഫ്യൂച്ചർ ഇവൻറ്റ്സ്, ആ ഫ്യൂച്ചർ ഇവൻറ്റ്സ് കൊണ്ടുണ്ടാവുന്ന പലതിലുള്ള കോൺസിക്വൻസസ്, ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കാണിക്കുന്ന ഒരു ട്രീ സ്ട്രക്ചർ, അതായത് ഒരു ട്രീയുടെ പല ബ്രാഞ്ചസ് പോലെ ഒരു ഡിസിഷൻ ആയിട്ട് റിലേറ്റ് ചെയ്തേക്കുന്ന പല ഫ്യൂച്ചർ ഇവൻറ്റ്സിനെയും പല ബ്രാഞ്ചസ് ആയി കാണിച്ചുകൊണ്ട് ആ ഒരു ഇവൻറ്റ്സിനുണ്ടാവുന്ന കോൺസിക്വൻസിൻ്റെ എല്ലാം ഫൈനൽ ഔട്ട്കം ഏത് രീതിയിലായിരിക്കും എന്ന് മനസ്സിലാക്കുന്ന ഒരു ഗ്രാഫിക് റെപ്രസെൻറ്റേഷൻ ആണ് ഡിസിഷൻ ട്രീ അനാലിസിസ് എന്ന് പറയുന്നത്. The decision tree depicts the magnitude, probability and interrelationship of all possible outcomes. A decision tree is made up of nodes and branches. ഇത്തരത്തിലൊരു ഡിസിഷൻ ട്രീൻ്റെ അകത്ത് നമ്മൾ ആ ഒരു ഡിസിഷനുമായിട്ട് റിലേറ്റ് ചെയ്തേക്കുന്ന ഓരോ കാര്യങ്ങളും എങ്ങനെയായിരിക്കും, എന്താണ് പ്രോബബിലിറ്റി, എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്, ഇന്നതുപോലെ സംഭവിക്കാം, ഇന്നതുപോലെ സംഭവിക്കാതിരിക്കാം, ഇങ്ങനെ പല ഓൾട്ടർനേറ്റീവ്സ് കാണിച്ചുകൊണ്ട് ഒരു ട്രീ പോലെ ഒരു മരത്തിൻ്റെ പല ശാഖകൾ എന്ന രീതിയിൽ പല ഇവൻറ്റ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ആ ഇവൻറ്റ്സ് നടക്കാനുള്ള പല പ്രോബബിലിറ്റീസ്, അങ്ങനെ പല നോഡ്സ് ആൻഡ് ബ്രാഞ്ചസ് എന്ന രീതിയിലാണ് ഈ ഒരു ഡിസിഷൻ ട്രീ റെപ്രസെൻറ്റേറ്റ് ചെയ്ത്. താഴെ കൊടുത്തിരിക്കുന്ന ഡയഗ്രാം ചെക്ക് ചെയ്താൽ അറിയാം. നമുക്ക് ഫസ്റ്റ് ഒരു ഡിസിഷനാണ് ഫസ്റ്റ് ആ റെക്ടാങ്കിൾ ഷേപ്പിൽ കാണിച്ചിരിക്കുന്നത്. അതുമായിട്ട് റിലേറ്റ് ചെയ്തേക്കുന്ന പല കാര്യങ്ങളെ പല നോഡ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. ആ നോഡ്സിനെ കണക്ട് ചെയ്യുന്നത് പല ബ്രാഞ്ചസ് ആയിട്ടും. ഇത്തരത്തിലാണ് ഒരു ഡിസിഷൻ ട്രീ അനാലിസിസ് ഗ്രാഫിക്കലി പ്രസൻറ്റ് ചെയ്യുക. Now let us look into the steps in decision tree analysis. At first, identification of the problem. The investment area is identified as to whether the investment is to made on a new product or for improvement of an existing product. അപ്പോൾ ഡിസിഷൻ ട്രീ അനാലിസിസിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഏരിയ എന്താണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. ഏത് രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഏരിയ ആണ്? ഒരു പുതിയ പ്രോഡക്റ്റ് ഫോം ചെയ്യാനുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണോ ഉദ്ദേശിക്കുന്നത്, അതോ ഒരു എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റിൻ്റെ ഇംപ്രൂവ്മെൻറ്റിന് ആവശ്യമായുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണോ ഉദ്ദേശിക്കുന്നത്? ഇത്തരത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത്. Second, identification of various alternative investments. There can be various alternatives for investments. Alternative investment എന്ന രീതിയിൽ ഉദ്ദേശിക്കുന്നത്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു പുതിയ മെഷീനറി ഇൻസ്റ്റാൾമെൻറ്റ് ചെയ്യാനുള്ളൊരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റാണെന്ന് വിചാരിക്കുക. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് രണ്ട് രീതിയിൽ അവർക്ക് ഫിനാൻസ് കണ്ടെത്താം. ഒന്നെങ്കിൽ ലോൺസ് എടുക്കാം, അല്ലെങ്കിൽ കമ്പനിയുടെ ഇക്വിറ്റി ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്തുകൊണ്ട് ഇക്വിറ്റി ക്യാപിറ്റൽ റേസ് ചെയ്യാം. അങ്ങനെ പല ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടാവും. ഈ ഓൾട്ടർനേറ്റീവ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ എന്താണ് പ്രോബ്ലം എന്ന് ഐഡൻറ്റിഫൈ ചെയ്തു. സെക്കൻഡ്, ആ പ്രോബ്ലമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഓൾട്ടർനേറ്റീവ്സ് ഏതൊക്കെയാണ്, ഏതൊക്കെ ഓൾട്ടർനേറ്റീവ്സ് വഴി ഈ പ്രോബ്ലം സോൾവ് ചെയ്യാമെന്നുള്ളത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക. പ്രിപ്പയറിംഗ് ഡിസിഷൻ ട്രീ. The tree should be prepared or drawn depicting the decision point and decision branches. അപ്പോൾ ഇതിന് ശേഷമാണ് നമ്മൾ ഡിസിഷൻ ട്രീ ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് പ്രിപ്പയർ ചെയ്യുന്നത്. ഏത് രീതിയിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ഫസ്റ്റ് ഡിസിഷൻ പോയിന്റ്, ആ ഒരു പ്രോജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് എത്രത്തോളം ഔട്ട്ലേ നമുക്ക് ഉണ്ടാകുന്നു, എത്രത്തോളം ക്യാഷ് ചിലവാകുന്നു എന്ന് കണ്ടുപിടിക്കുന്നതാണ് ഡിസിഷൻ പോയിന്റ് എന്ന് പറയുന്നത്. ആ ഡിസിഷൻ പോയിന്റുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന പല ഡിസിഷൻ ബ്രാഞ്ചസിനകത്ത് നമ്മൾ കൊടുക്കുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ ഓൾട്ടർനേറ്റീവ്സ്, ഏതൊക്കെ രീതിയിൽ ഫിനാൻസ് കണ്ടെത്താം എന്നുള്ള ഓൾട്ടർനേറ്റീവ്സ് ആണ്. പല ഓൾട്ടർനേറ്റീവ്സ് അത് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ പ്രോബ്ലം എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു. സെക്കൻഡ്, അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഓൾട്ടർനേറ്റീവ്സ് ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു. അതിനുശേഷം ഡിസിഷൻ ട്രീ പ്രിപ്പയർ ചെയ്തു. ഡിസിഷൻ പോയിന്റിൽ നിന്നും പല ബ്രാഞ്ചസ് ആയി ഡിവൈഡ് ചെയ്യുന്ന ഡിസിഷൻ ട്രീ പ്രിപ്പയർ ചെയ്തു. Data specification. The next stage is to specify probabilities and monetary value for each alternative. ഈ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ഡിസിഷൻ പോയിന്റിൽ നിന്നും പല ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടാവും. ഈ ഓൾട്ടർനേറ്റീവ്സിനെല്ലാം സംഭവിക്കാനും സംഭവിക്കാതിരിക്കാനും ചാൻസ് ഉണ്ട്. അതിനാണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്.
ഇതിനനുസരിച്ചുള്ള പ്രോബബിലിറ്റി മെഷേഴ്സ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി വാല്യൂസ് നമ്മൾ അപ്ലൈ ചെയ്യുകയാണ് ഫോർത്ത് സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്നത്. ഓരോ ഓൾട്ടർനേറ്റീവ്സിനും അതിനുമായ സ്പെസിഫിക് പ്രോബബിലിറ്റീസ് അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ മോണിറ്ററി വാല്യൂസ് അപ്ലൈ ചെയ്യുക. And finally, selecting the best alternative. In this stage, a profitable alternative is selected by rejecting other alternatives. നമ്മൾ പറഞ്ഞു നമ്മൾ ഒരു പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്തു, അതിൻ്റെ പല ഓൾട്ടർനേറ്റീവ്സ് ഐഡൻറ്റിഫൈ ചെയ്തു. ഈ ഓൾട്ടർനേറ്റീവ്സിനെ ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മൾ കുറച്ച് വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് ഇതിൽ നിന്നും ഏതാണ് ഏറ്റവും പ്രോഫിറ്റബിൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് മനസ്സിലാവും, അല്ലെങ്കിൽ ഏതാണ് ഏറ്റവും പ്രോഫിറ്റബിൾ ഓൾട്ടർനേറ്റീവ് എന്ന് മനസ്സിലാവും. ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഏറ്റവും പ്രോഫിറ്റബിൾ ഓൾട്ടർനേറ്റീവ് ഏതാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, ആ ഒരു ഓൾട്ടർനേറ്റീവ് ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇത്തരത്തിലാണ് ഡിസിഷൻ ട്രീ അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുക, പിന്നീട് അന്ന് തക്കമായ ഓൾട്ടർനേറ്റീവ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, അതിനുശേഷം ഡിസിഷൻ ട്രീ പ്രിപ്പയർ ചെയ്യുക, ഡേറ്റയെ സ്പെസിഫൈ ചെയ്യുക, അതായത് പ്രോബബിലിറ്റീസും മോണിറ്ററി വാല്യൂസും എല്ലാം അപ്ലൈ ചെയ്യുക, ആൻഡ് ഫൈനലി ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്സിനെ ഇവാലുവേറ്റ് ചെയ്തതിനു ശേഷം സെലക്ട് ചെയ്യുക. ഇത്തരത്തിലാണ് ഡിസിഷൻ ട്രീ അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്നത്. After the identification of the problem and alternatives, the next step is to create a decision tree. Now let us see how to construct a decision tree. The first step is to estimate cash outlay of the project and put it in the first box. അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു ഡിസിഷൻ ട്രീ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ടോട്ടൽ ക്യാഷ് ഔട്ട്ലേ എന്താണെന്ന് കണ്ടുപിടിക്കുക. അതായത് ആ പ്രോജക്റ്റിന് ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര ചിലവാകുന്നു എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക, എന്നിട്ട് അത് ഫസ്റ്റ് ഒരു ബോക്സിൽ റെപ്രസെൻറ്റ് ചെയ്യുക. The second step is to estimate the probable cash inflow for the first year with the probability of outcome. It will be placed in separate boxes as branches of the first box of outlay. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ക്യാഷ് ഇൻഫ്ലോസ്, രണ്ട് രീതിയിലുള്ള രണ്ട് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ക്യാഷ് ഔട്ട്ഫ്ലോസ് ഐഡൻറ്റിഫൈ ചെയ്യുക, എന്നിട്ട് അതിന് തക്കതായ പ്രോബബിലിറ്റീസും മെഷർ ചെയ്യുക. താഴെ ഇമേജിൽ കൊടുത്തേക്കുന്ന പോലെ ആദ്യം നമ്മൾ ക്യാഷ് ഔട്ട്ലേ 35,000 ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഔട്ട്ലേ എങ്കിൽ അത് റെപ്രസെൻറ്റ് ചെയ്തു. അതിനുശേഷം രണ്ട് ബ്രാഞ്ചസ് ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന രണ്ട് ക്യാഷ് ഇൻഫ്ലോസ് ആണ് കൊടുത്തേക്കുന്നത്, 20,000 ആൻഡ് 25,000. രണ്ടിനും രണ്ട് പ്രോബബിലിറ്റിയും കൊടുത്തിട്ടുണ്ട്. 0.4% പ്രോബബിലിറ്റി 20,000 ആകാനും 0.6% പ്രോബബിലിറ്റി 25,000 ആകാനും. അപ്പോൾ രണ്ട് പ്രോബബിലിറ്റീസ് ആണ് കൊടുത്തിരിക്കുന്നത്, രണ്ട് ഫസ്റ്റ് ഇയറിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള രണ്ട് ക്യാഷ് ഇൻഫ്ലോസ്. The third step is to estimate the cash inflow for the subsequent year also, for each probable outcomes of the previous year and assign probabilities. It will become the branches of the outcomes of previous year. The number of branches increases with every year. അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് വരെ ചെയ്തു വെച്ചത് എന്താണ്, ആദ്യമേ ഔട്ട്ലേ കണ്ടുപിടിച്ചു, അതിൽ നിന്നും ഫസ്റ്റ് ഇയറിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള രണ്ട് ഓൾട്ടർനേറ്റീവ് ക്യാഷ് ഇൻഫ്ലോസ് കണ്ടുപിടിച്ചു, 20,000 ആൻഡ് 25,000. ഇനി നമ്മൾ തേർഡ് സ്റ്റെപ്പിൽ ചെയ്യുന്നത് രണ്ടാമത്തെ വർഷം, ഫസ്റ്റ് ഇയർ 20,000 ഉണ്ടായെങ്കിൽ രണ്ടാമത്തെ വർഷം എത്ര ക്യാഷ് ഇൻഫ്ലോസ് ഉണ്ടാകും എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് ഇവിടെ ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ ഇത് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഇയറിൻ്റെ രണ്ട് ഓൾട്ടർനേറ്റീവ്സ് ആണെങ്കിൽ ആ ഓൾട്ടർനേറ്റീവ്സിൽ നിന്നും പിന്നെയും അടുത്ത ബ്രാഞ്ചസ് ആയിട്ടാണ് നമ്മൾ അടുത്ത ഓൾട്ടർനേറ്റീവ്സ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഓരോ വർഷം കഴിയുന്തോറും ബ്രാഞ്ചസിൻ്റെ എണ്ണം ഓരോന്നോരോന്നായി കൂടിക്കൊണ്ടിരുന്നു. അപ്പോൾ ആദ്യത്തെ വർഷം നമുക്ക് 2 ബ്രാഞ്ചസ് ആണെങ്കിൽ പിന്നീട് അതിൽ നിന്നും വീണ്ടും 3 ബ്രാഞ്ചസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത്. അതായത് 3 ഓൾട്ടർനേറ്റീവ്സ്. ഫസ്റ്റ് ഇയറിൽ 20,000 ആയിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ സെക്കൻഡ് ഇയറിൽ അത് എന്തായി മാറും, 3 പ്രോബബിലിറ്റീസ് ആയിട്ട് മാറും, 10,000, 15,000, 20,000 ആയി മാറും. ഫസ്റ്റ് ഇയറിൽ 25,000 ആയിരുന്നെങ്കിൽ അത് വീണ്ടും 3 പ്രോബബിലിറ്റീസ് ആയിട്ട് മാറും, 20,000, 25,000, 20,000. ബ്രാഞ്ചസിൻ്റെ അവിടെ കൊടുത്തിരിക്കുന്നതാണ് പ്രോബബിലിറ്റി, 0.2, 0.3, 0.5 എന്നൊക്കെ കൊടുത്തിരിക്കുന്നതാണ് പ്രോബബിലിറ്റി. അപ്പോൾ ഇത്തരത്തിൽ എത്ര വർഷമുണ്ടോ അത്രയും ബ്രാഞ്ചസ് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ എക്സാമ്പിൾ വൈസ് നമ്മൾ 2 വർഷമുള്ളൊരു ഡിസിഷൻ ട്രീ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയായിരുന്നു, ആദ്യത്തെ വർഷത്തെ ഔട്ട്ലേ കാണിച്ചു, അതിൽ നിന്നും 2 ഓൾട്ടർനേറ്റീവ്സ് ഫസ്റ്റ് ഇയർ ഉണ്ടായി, അതിൻ്റെ സെക്കൻഡ് ഇയർ ആയപ്പോഴത്തേക്കും അത് വീണ്ടും 3 ബ്രാഞ്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇത്തരത്തിലാണ് ഡിസിഷൻ ട്രീ ക്രിയേറ്റ് ചെയ്യുന്നത്. Step 4, in the last year, NPV for each outcome is computed. അപ്പോൾ കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇത് 2 വർഷത്തെ ഒരു ഡിസിഷൻ ട്രീ ആണ് ഇവിടെ എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ
സെക്കൻഡ് ഇയർ ആണ് ലാസ്റ്റ് ഇയർ. അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടത് ലാസ്റ്റ് ഇയറിന് ശേഷം നമ്മൾ ചെയ്യുന്നത് NPV കാൽക്കുലേറ്റ് ചെയ്യുക, നെറ്റ് പ്രസൻറ്റ് വാല്യൂ. എങ്ങനെയാണ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കുന്നത്? ക്യാഷ് ഇൻഫ്ലോസിൻ്റെ പ്രസൻറ്റ് വാല്യൂ എടുത്തിട്ട് അതിൽ നിന്നും ക്യാഷ് ഔട്ട്ഫ്ലോസ് മൈനസ് ചെയ്യുക. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ഇയറിൻ്റെ ക്യാഷ് ഇൻഫ്ലോസിൻ്റെ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കണം, സെക്കൻഡ് ഇയറിൻ്റെയും ക്യാഷ് ഇൻഫ്ലോസിൻ്റെ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കണം. എന്ത് കുറയ്ക്കണം? അതിൽ നിന്ന് ക്യാഷ് ഔട്ട്ലേ ഫസ്റ്റ് നമ്മൾ തുടക്കത്തിൽ ചെയ്ത 35,000 എന്ന ക്യാഷ് ഔട്ട്ലേ കുറയ്ക്കണം. അപ്പോൾ നമുക്ക് ഓരോ ഓൾട്ടർനേറ്റീവിൻ്റെയും എന്ത് കിട്ടും? NPV കാൽക്കുലേറ്റ് ചെയ്യണം. അതാണ് നമ്മൾ ഫോർത്ത് സ്റ്റെപ്പിൽ ചെയ്യുന്നത്. ഓരോ സിംഗിൾ ഓൾട്ടർനേറ്റീവിൻ്റെയും നമ്മൾ NPV കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ നമുക്ക് 6 ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്. ലാസ്റ്റ് ഇയർ ആയപ്പോഴത്തേക്ക് നമുക്ക്, സെക്കൻഡ് ഇയർ ആയപ്പോഴത്തേക്ക് നമുക്ക് 6 ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്. ഈ 6 ഓൾട്ടർനേറ്റീവിൻ്റെയും NPV കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഓൾട്ടർനേറ്റീവിനകത്ത് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഫസ്റ്റ് 20,000 ഇൻറ്റു 0.909 എന്നുള്ളത് പ്രസൻറ്റ് വാല്യൂ ഫാക്ടറാണ്. അത് ക്വസ്റ്റ്യൻ തന്നെ തന്നിരിക്കും. പ്രസൻറ്റ് വാല്യൂ ഫാക്ടറായിട്ട് ഇൻറ്റു ചെയ്യുമ്പോൾ അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ ആയിട്ട് കൺവേർട്ട് ആവും. പ്ലസ് 10,000 ഇൻറ്റു 0.826 അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ ഫാക്ടറാണ്. സെക്കൻഡ് ഇയർ ആയപ്പോൾ പ്രസൻറ്റ് വാല്യൂ ഫാക്ടറിൽ ചേഞ്ച് വരും. അങ്ങനെ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് കിട്ടും. മൈനസ് 35,000 ആദ്യത്തെ ഔട്ട്ലേ ആയിട്ട് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് 8,560 എന്ന് കിട്ടും NPV. ഇത്തരത്തിൽ ഓരോ ഓൾട്ടർനേറ്റീവ്സിൻ്റെയും 15,000, 20,000, 20,000, 25,000, 20,000 അങ്ങനെ ഓരോ ഓൾട്ടർനേറ്റീവ്സിൻ്റെയും NPV കാൽക്കുലേറ്റ് ചെയ്യുകയാണ് നമ്മൾ ഫോർത്ത് സ്റ്റെപ്പിൽ ചെയ്യുന്നത്. The fifth step is to compute joint probability. Joint probability equal to probability of first year into probability of second year into alternative years and probability of ഫൈനൽ ഇയേഴ്സ്. അതായത് നമ്മൾ പ്രോബബിലിറ്റി, ഞാൻ നേരത്തെ പറഞ്ഞു ഈ ബ്രാഞ്ചസിൻ്റെ അവിടെ നമ്മൾ 0.4 അല്ലെങ്കിൽ 0.2 എന്ന് കൊടുത്തിരിക്കുന്നതാണ് പ്രോബബിലിറ്റി. അപ്പോൾ ഓരോ ഓൾട്ടർനേറ്റീവിൻ്റെയും ജോയിൻറ്റ് പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഓൾട്ടർനേറ്റീവിൻ്റെ പ്രോബബിലിറ്റീസ് എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമുക്ക് ജോയിൻറ്റ് പ്രോബബിലിറ്റി എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് 10,000 എന്ന ഓൾട്ടർനേറ്റീവിൻ്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനായിട്ട് ആദ്യത്തെ 0.4 ഇൻറ്റു 0.2 നമുക്ക് 0.08 എന്ന് കിട്ടും പ്രോബബിലിറ്റി. ഇത്തരത്തിൽ ഓരോ ഓൾട്ടർനേറ്റീവിൻ്റെയും പ്രോബബിലിറ്റി താഴെ നമുക്ക് കണ്ടുപിടിക്കാം. Step 6 is to multiply the NPV of each outcome by corresponding joint probability and the result is expected NPV. സിക്സ്ത് സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യുന്നത് എക്സ്പെക്റ്റഡ് NPV കാൽക്കുലേറ്റ് ചെയ്യാൻ. എങ്ങനെയാണ് എക്സ്പെക്റ്റഡ് NPV കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമ്മൾ ഓരോ ഔട്ട്കമ്മിനും കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന NPV, നമ്മൾ 10,000 കണ്ടുപിടിച്ച NPV മൈനസ് 8,560 എന്തായിരുന്നു, അത് ഇൻറ്റു ജോയിൻറ്റ് പ്രോബബിലിറ്റി കണ്ടുപിടിച്ചത് 0.08, അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എക്സ്പെക്റ്റഡ് NPV ഈക്വൽ ടു മൈനസ് 684.80 എന്ന നിലയിൽ കിട്ടും. ഇത്തരത്തിൽ ഓരോ ഔട്ട്കമ്മിൻ്റെയും എക്സ്പെക്റ്റഡ് NPV കണ്ടുപിടിക്കുകയാണ് നമ്മൾ സിക്സ്ത് സ്റ്റേജിൽ ചെയ്യുക. ഇൻ സ്റ്റെപ്പ് 7 ദ ടോട്ടൽ ജോയിൻറ്റ് പ്രോബബിലിറ്റി വിച്ച് ഇസ് ഈക്വൽ ടു 1 and expected NPVs, the total of the expected NPV is the NPV of the project. നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യുന്നത് നമ്മൾ എക്സ്പെക്റ്റഡ് NPV കാൽക്കുലേറ്റ് വെച്ചേക്കുന്ന എല്ലാത്തിൻ്റെയും കൂടെ ടോട്ടൽ കണ്ടുപിടിക്കുക, അതേപോലെ തന്നെ ജോയിൻറ്റ് പ്രോബബിലിറ്റിയുടെയും ടോട്ടൽ കണ്ടുപിടിക്കുക. ജോയിൻറ്റ് പ്രോബബിലിറ്റി ടോട്ടൽ എടുക്കുമ്പോൾ എപ്പോഴും 1 ആയിരിക്കും. എക്സ്പെക്റ്റഡ് NPV നമ്മൾ ടോട്ടൽ കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന എക്സ്പെക്റ്റഡ് NPV എന്ന് പറയുന്നത് 2,508.80 എന്നുള്ളതാണ്. ഇതാണ് ഈ പ്രോജക്റ്റിൻ്റെ NPV, ഓവറോൾ NPV, നെറ്റ് പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് 2,508. And the final step, if NPV is positive, the project is accepted, and if the NPV is negative, project is rejected. നമ്മൾ നേരത്തെ NPV മെത്തേഡിൽ, നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡിൽ കാൽക്കുലേറ്റ് ചെയ്ത പോലെ തന്നെ ഇത്തരത്തിൽ നമ്മൾ ടോട്ടൽ എടുക്കുമ്പോൾ കിട്ടുന്ന NPV പോസിറ്റീവ് ഫിഗർ ആണെങ്കിൽ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന പോസിറ്റീവ് ഫിഗർ ആണ്, അതുകൊണ്ട് തന്നെ അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മളൊരു ഡിസിഷൻ ട്രീ ക്രിയേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ഔട്ട്ലേസ് നോക്കും, അതിൽ നിന്നും പല ഓൾട്ടർനേറ്റീവ്സ്, ആ ഓൾട്ടർനേറ്റീവിൻ്റെ എല്ലാം ഓരോ ഓൾട്ടർനേറ്റീവിൻ്റെയും NPV കാൽക്കുലേറ്റ് ചെയ്യും, അതിൻ്റെ ജോയിൻറ്റ് പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യും, അതിൽ നിന്നും NPV ഇൻറ്റു ജോയിൻറ്റ് പ്രോബബിലിറ്റി കൊടുക്കുമ്പോൾ നമുക്ക് എക്സ്പെക്റ്റഡ് NPV കിട്ടും. എക്സ്പെക്റ്റഡ് NPVയുടെ ടോട്ടൽ എടുക്കുമ്പോൾ ടോട്ടൽ NPV കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. NPV പോസിറ്റീവ് ആണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യും, NPV നെഗറ്റീവ് ആണെങ്കിൽ റിജക്റ്റ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡെസിഷൻ ട്രീ അനാലിസിസിനെ കുറിച്ചാണ് പഠിച്ചത്. ഒരു റിസ്ക് അനാലിസിസ് ടെക്നിക്കിലെ മറ്റൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ മെത്തേഡാണ്. ഇതിൽ നിന്നും നമുക്ക് NPV കാൽക്കുലേറ്റ് ചെയ്ത് ആ NPV പോസിറ്റീവ് ആണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ റിജക്റ്റ് ചെയ്യും എന്ന രീതിയിലാണ് അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. വാട്ട് ഡു യു മീൻ ബൈ ഡിസിഷൻ ട്രീ അനാലിസിസ് ആൻഡ് എക്സ്പ്ലെയിൻ ഹൗ ടു കൺസ്ട്രക്ട് എ ഡിസിഷൻ ട്രീ.
അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ ലിസണിങ്. ഹാവ് എ നൈസ് ഡേ.